സ്തോത്രം. കർത്താവിൽ സന്തോഷം അവനിൻ ബലം, പാഴിതിൽ പാർക്കും നാളവനിൻ ബലം. അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും, അവനെൻ്റെ സർവ്വവുമേ. അവനെൻ്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെൻ്റെ സർവ്വവുമേ. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിലവൻ എന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ബലഹീനനെന്നോ ഞാൻ കരുതിയ നാൾ, അന്നാളിലവൻ എന്നോടു ചൊല്ലി. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ, നിന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ, നിന്നോട് കൂടെയുണ്ട്. സ്നേഹിതരില്ലെന്നു കരുതിയ നാൾ, അന്നാളിലവൻ എന്നോടു ചൊല്ലി. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. നിന്നീതനെന്നോ ഞാൻ കരുതിയ നാൾ, അന്നാളിലവൻ എന്നോടു ചൊല്ലി. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. അസാധ്യമെന്നോ ഞാൻ കരുതിയ നാൾ, അന്നാളിലവൻ എന്നോടു ചൊല്ലി. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ, നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ, നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 133 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, ആരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി, അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞുപോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവിൻ്റെ രക്തത്താൽ സമാധാനം എന്നതിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ അല്പമായി നമുക്ക് ചിന്തിക്കാം. അതിനായി കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു മുഖാന്തരം നമുക്ക് സമാധാനമുണ്ടാക്കി. ഹല്ലേലൂയ. സമാധാനം നൽകി എന്നതല്ല, സമാധാനം ഉണ്ടാക്കി എന്നതാണ് ഈ വാക്കുകളിലൂടെ കാണുവാൻ കഴിയുന്നത്. സമാധാനം നൽകുന്നതും ഉണ്ടാക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട്. $200 വിലയുള്ള ഒരു ഇലക്ട്രോണിക് വാച്ച് ആർക്കെങ്കിലും കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കാം. എന്നാൽ വാച്ച് നിങ്ങൾ ഉണ്ടാക്കി ആ വ്യക്തിക്ക് നൽകിയെന്ന് സങ്കല്പിക്കുക. ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ
നിങ്ങളുടെ നല്ല സമയം ഉപയോഗിച്ചിരിക്കും. അതുകൂടാതെ അത് നിങ്ങൾ ഉണ്ടാക്കിയ വാച്ചായതിനാൽ അതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് ശരിപ്പെടുത്തുവാനും കഴിയുന്നു. രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി. എന്നാൽ യേശു തന്നെയാണ് സമാധാനത്തിന്റെ നായകനും സമാധാന പ്രഭുവും. യേശുവിന്റെ രക്തം അതുല്യമാണ്. കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടത് മുഖാന്തരം നമുക്ക് എപ്പോഴും ദൈവത്തോടുള്ള സമാധാനം അനുഭവിക്കുവാനായി കഴിയുന്നു. സമാധാനത്തിന്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. 2 തെസ്സലോനിക്കർ 3:16. ജനലക്ഷങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണ സമാധാനത്തിന്റെ രഹസ്യം അറിയില്ല. ധനം, പേര്, പെരുമ, സുഹൃത്തുക്കൾ എന്നിവ തങ്ങൾക്ക് സമാധാനം നൽകുമെന്ന് അനേകരും വിശ്വസിക്കുന്നു. ഒടുവിൽ അവർ നിരാശരായി സമാധാനത്തിന്റെ രഹസ്യം കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നു. പ്രിയരെ, നാം യേശു കർത്താവാകുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ പൂർണ്ണമായി കഴുകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരിക്കും. ബാഹ്യമായതല്ല, ആന്തരികമായ സമാധാനം ഉണ്ടോ എന്നതിനാണ് പ്രാധാന്യം. അതിനായി യേശുവിന്റെ സമാധാനം, യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്നരുളി ചെയ്ത യേശുവിന്റെ സമാധാനത്താൽ നിറയപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടി തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നാഥാ, ഈ കേട്ട വചനം പോലെ യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾക്ക് സമാധാനമുണ്ട്, വിടുതലുണ്ട്, ആശ്വാസമുണ്ട്, നിത്യജീവന് ഒരുക്കുന്നതാണ്, പാപക്ഷമ ലഭിക്കുന്നതാണെന്ന്. ഹല്ലേലൂയ. ദൈവവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ദിനംതോറും യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിത്യജീവനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവനായി ഒരുങ്ങുവാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമേ. അനുഗ്രഹിക്കുക, മാനിക്കുക. അവരുടെ വിഷയങ്ങളെല്ലാം സ്തോത്രത്തോടുകൂടെ അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തക്ക സമയം എൻ്റെ കർത്താവ് വഴികൾ തുറക്കുന്ന ദൈവമായിരിക്കാൻ നന്ദി പറയുന്നു കർത്താവ്. അപ്പോൾ സകല നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാനങ്ങ് സഹായിക്കണം. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളായി തീരുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണം. എല്ലാവർക്കും യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ ഹൃദയങ്ങളിലേക്ക് യേശുവിൻ്റെ സമാധാനം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും, ആനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളണം. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ ഏൽക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.